നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലടാ. നീ വെറും ാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ. നിന്നെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ. ഇവന്റെ മടവൂർ കാപ്പിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ. ഈ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കാതിന്. നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോഴിനെ പറപ്പിക്കുന്ന ആളല്ലേ. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം വിഭാഗമുണ്ട്, കറാമത്തിന്റെ വിഭാഗം. ഈ കറാമത്തിന്റെ പേരും പറഞ്ഞ് ഇവന്മാർ രാവിലെ പുരേന്നൊരൊറ്റ ഇറക്കാം. നാടായ നാടൊക്കെ ചുറ്റി കറാമത്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. പണ്ട് 10, 30, 40, 50 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആൾക്കാരെ പേരും പറഞ്ഞിട്ട് ആ ആൾക്കാർ പണ്ട് വിമാനത്തിന്റെ ചിറകായ വിമാനം പറത്തിക്കൊണ്ടുവന്ന കൃഷിന്റെ കഥ എടുത്തിടും. അതുപോലെ തന്നെ കപ്പലിന്റെ മെഷീൻ അവരെ കപ്പൽ മുങ്ങാനായ സമയത്ത് കപ്പൽ താങ്ങിപ്പിടിച്ച് കരയിൽ കൊണ്ട് വെച്ച് തരും. ഇങ്ങനത്തെ ഓരോ തള്ളാണ്. പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്, പടച്ചോൻ്റെ അടുത്തേക്ക് നേരെ ടിക്കറ്റ് കൊടുക്കുന്ന ഈ ആൾക്കാരാണ്. ഇങ്ങനെ കുറേ കറാമത്തും പറയും നമ്മുടെ നാട്ടിൽ ഒരുപാടെണ്ണം ഇറങ്ങുന്നുണ്ട്. ഈ മുസ്ലിം സമുദായത്തിനെ തന്നെ പറയിപ്പിക്കാൻ ഈ കറാമത്ത് ഉസ്താദുമാർ മാത്രം മതി നമ്മുടെ നാട്ടിൽ. അതിന് ഒരു കുറവും നമ്മുടെ നാട്ടിലുമില്ല. ഇവന്മാർ പറയുന്ന കറാമത്ത് കള്ളത്തരത്തിന്റെ പിന്നാലെ പോകാൻ ഒരു 100 കണക്കിൽ ആൾക്കാരും ഈ സമുദായത്തിലുണ്ട്. അത് തന്നെയാണ് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശാപവും. ഈ പറഞ്ഞ കറാമത്തിന്റെ കണക്ക് ഖുറാനിൽ പോലും എഴുതി വെച്ചിട്ടില്ല എന്നാണ് ഞാനൊക്കെ പഠിച്ചത്. ഖുറാനിൽ പോലും കറാമത്ത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ കറാമത്തിനെ കൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇന്ന് മലപ്പുറത്തൊരു 5ാമത്തെ പ്രസവത്തിൽ ഒരു പെണ്ണ് മരിച്ച കഥ നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിന്റെ ഹസ്ബൻഡ്, ആ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് അവനും ഒരു കറാമത്ത് ഉസ്താദായിരുന്നു. അവന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിലൂടെ അവൻ കറാമത്ത് കണ്ടുപിടിക്കാൻ പോയാൽ മടവൂർ CM മടവൂറിന്റെ കറാമത്തുകൾ തേടി ഇറങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ കറാമത്തിന്റെ ഇടക്ക് പെണ്ണ് ഗർഭിണിയാണ് 10ാം മാസം എന്നുള്ളത് ഈ കറാമത്ത് മനുഷ്യൻ മറന്നുപോയി. കറാമത്ത് തന്നെ പേറ്റെടുക്കാനുള്ള തീരുമാനത്തിലെത്തി ആ പെണ്ണ് മരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ടു, മലപ്പുറത്ത്, അതായത് വീട്ടിൽ പ്രസവം എടുത്ത അല്ലെങ്കിൽ പ്രസവിച്ച പെണ്ണുങ്ങളെയും അവരുടെ ഭർത്താക്കന്മാരെയും വിളിച്ചൊരു സ്വീകരണം കൊടുക്കുന്നത്. നീയൊക്കെ ഏത് കാലത്താണ് നീ വിവരം വെക്കുക? പണ്ട് സത്യം പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അന്ന് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് ഇതുപോലത്തെ പ്രസവങ്ങൾ നടക്കും, കുറേ പേര് എത്താം. പണ്ടത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ പണ്ടത്തെ വല്യമ്മമാരുണ്ട് വല്യപ്പന്മാരുണ്ട് കഥ ചോദിക്കുമ്പം ഒരുപാട് ആൾക്കാർ അന്ന് പ്രസവത്തിൽ മരിക്കണം. അത് സ്ഥിരമായിട്ടുള്ള സംഭവമായിരുന്നു. പ്രസവത്തിൽ കുട്ടി മരിച്ചു അല്ലെങ്കിൽ പ്രസവത്തിൽ അമ്മ മരിച്ചു. പണ്ടത്തെ സിനിമകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, പല സിനിമകളിലും അത് പറയുന്നുണ്ട്, പ്രസവത്തോടു കൂടി മരിച്ചു. അത് മാറിയത് ഈ പറഞ്ഞ ഹോസ്പിറ്റൽസ് ഈ പറഞ്ഞ സൗകര്യങ്ങൾ വന്നതിന് ശേഷം. പ്രസവത്തിൽ മരിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് വെറും അത്രയും കുറവ്, 2-3% പ്രസവത്തിൽ മരിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് കുറയാനുള്ള കാരണം ഈ വൈദ്യശാസ്ത്രം കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ്. ആ ബോധം പോലും ഇല്ലാണ്ട് വീട്ടിൽ പ്രസവം എടുത്ത് ആ പ്രസവം എടുക്കുന്നവരെ താങ്ങിപ്പിടിച്ച് നടക്കുന്ന ഏതോ ഒരു സംഘടന, ഏത് വിവരം വെളിവില്ലാത്ത സംഘടന എന്ന് പഠിച്ചവനറിയാം. എന്താണെങ്കിലും ഇന്നലെ മലപ്പുറത്ത് ആ മരിച്ച പാവം, 5ാമത്തെ പ്രസവത്തിൽ മരിച്ച പെണ്ണിൻ്റെ ഹസ്ബൻഡ്, അതായത് ആ പറഞ്ഞ കറാമത്ത് പോക്കിരിനെ ആൾക്കാരെല്ലാം കൂടെ കൂടി വെച്ചിട്ട് നല്ല രീതിക്ക് പറയുന്നുണ്ട്. അന്ന് കേട്ടോ നിങ്ങൾ? നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലടാ. നീ വെറും ാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ. നിന്നെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ. ഇവന്റെ മടവൂർ കാപ്പിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ. ഈ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കാതിന്. നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോഴിനെ പറപ്പിക്കുന്ന ആളല്ലേ. നീ ചുട്ട കോഴിനെ പറപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താക്കി. ഞങ്ങൾ ഇതിനെ പറഞ്ഞു വിട്ടേക്കാം. ലാസ്റ്റ് നോക്കിയിട്ട് അറിയാൻ കൊടുക്കാൻ പോണുള്ളൂ. ഇനി നീ കോൾ ചെയ്യണ്ട, നമ്പർ കാട്ടി തന്നാ മതി. ഞാൻ കോൾ ചെയ്യണ്ട. ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം. ഇവരെ നീ എപ്പോഴാ വിളിച്ചേ? നീ മറ്റേ ഈ ആശുപത്രി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേ വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടി. അപ്പൊ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവം എടുത്തേക്കല്ലേ? പ്രസവമൊക്കെ എടുത്ത് ഇവിടെ കഞ്ഞി കുടിച്ച് പോയി. അവര് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു. ഉമ്മ അവർക്ക് ശ്വാസം മുട്ട് വന്ന് വയ്ക്കണമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ തരത്തിലുള്ള ഞാൻ കിടക്കട്ടെ നോക്കി കിടന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവരെടുത്ത് പറഞ്ഞു പ്രസവം എടുത്തതിന്റെ ക്ഷീണം ഉണ്ടാകും. ഇന്നത്തെ പ്രസവത്തിന് അങ്ങനെ. നീ എത്ര മണിക്കാ മറ്റേ തള്ളനെ വിളിച്ചേ? കുറെ മണിക്ക് സമയം അല്ലടാ, എന്റെ തള്ള വന്നോ? പറയുന്നേ കേക്ക്. കിടന്നു, ഞാൻ വിളിക്കാൻ ഞാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അവൾ കിടന്ന ശേഷം പിന്നെ നോക്കിയപ്പോ അണങ്ങുന്നില്ല. അപ്പോഴാണ് ഞാൻ
അപ്പോഴാണ് ഞാൻ പറ അപ്പോൾ അണുങ്ങളിലാന്ന് വന്നപ്പോ ശ്വാസം മുട്ട് വന്നപ്പോഴാണ് ഞാൻ വിളിച്ചത്. പ്രസവം എടുക്കുന്ന അവരുടെ വണ്ടി അതിന് വിളിച്ചായിട്ട് വണ്ടി ഉണ്ട്, അവരുടെ വണ്ടി ഉണ്ട്, അവരുടെ വണ്ടിയായിട്ടൊന്ന് വരാൻ വേണ്ടിയാ വിളിച്ചത്. വണ്ടി വന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വിളിക്കുന്നത്, ഞാൻ കിടക്കുന്നത് എല്ലാ ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലും. നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് എല്ലാം ഒറ്റ ടൈമിൽ. മോനോടുണ്ടല്ലോ ചോദിച്ചു നോക്ക്. നീ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്, നിന്റെ അടുത്തുനിന്ന് അറിയേണ്ടത്. നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത്. അതുകൊണ്ട് ഇവനാണ് ആ കറാമത്ത് മഹാൻ, സ്വന്തം പെണ്ണിനെ കൊലക്ക് കൊടുത്ത കറാമത്ത് മഹാൻ. ഇവനൊക്കെ പോലീസ് ഇവനൊക്കെ കൊണ്ടുപോകണം, ഇവനൊക്കെ എതിരെ സ്ട്രോങ് കേസുകൾ എടുത്ത് അടച്ചിടണം ചെയ്യില്ല. അതാ വേണ്ടത്. ഉമ്മാതിരി പോക്കരിത്തരം വീട്ടിലിരുന്ന് കാണിച്ച ഏത് കറാമത്ത് നേതാക്കന്മാരാണെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വേണ്ടില്ല. നമുക്കറിയാം ഒരു ക്രിസ്ത്യൻ കുറേ സമൂഹങ്ങൾ അത് കുറേ എന്താ പറയുക, ഏതൊക്കെ ഉണ്ടല്ലോ ഈ പെന്തക്കോസ് പോലത്തെ മറ്റ് കുറേ സംഘടനകളുണ്ട്, അല്ലെങ്കിൽ കുറേ എന്താ പറയുക വിഭാഗങ്ങളുണ്ട്. ചികിത്സിക്കൂല, അവർ പ്രാർത്ഥിച്ച് രോഗം മാറ്റും. ഈവൻ ഹാർട്ട് അറ്റാക്ക് വന്നാൽ അവർ പ്രാർത്ഥിച്ച് മാറ്റും, ഗുളിക കഴിക്കില്ല, അത് ചെയ്യില്ല. ഇത് അതേ ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഇതും. നമ്മൾ അവരെ കുറ്റം പറയാറുണ്ട്, അവരിങ്ങനെ. സത്യം അങ്ങനത്തെ ടീമിനൊക്കെ വേണം. നമ്മളെ ട്രാൻസ് മൂവിയിൽ വിനായകന്റെ വേഷം ഉണ്ടല്ലോ, അത് തന്നെ. അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിക്കേണ്ട അതേ അവസ്ഥയിൽപ്പെട്ട അതേ ഒരു പ്രത്യേകതരം ഭ്രാന്തുള്ള വിഭാഗമാണ് ഈ കറാമത്ത് വിഭാഗം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടർ. ഇങ്ങനെ ചികിത്സയ്ക്ക് പുറത്തു പോകാത്തതും വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കുന്നതും ഇങ്ങനത്തെ കുറേ ആൾക്കാർ. ഇവന്മാരൊക്കെ ഏത് കാലത്തെ വിവരം വെക്കുക? ഇനി ഇവനെന്തെങ്കിലും വന്ന് ഇവരങ്ങ് നെഞ്ചുവേന വന്ന് കഴിഞ്ഞാൽ അവൻ കറാമത്തും പറഞ്ഞിരിക്കുമോ? അല്ലെങ്കിൽ ഇവന്റെ 35 കൊല്ലം മരിച്ചുപോയ ഉസ്താദ് വന്ന് കറാമത്ത് കാണിച്ച് ഇവന്റെ ഹാർട്ട് റെഡിയാക്കുന്നു അവൻ പറയില്ല, അവൻ ഓടും ഹോസ്പിറ്റലിലോട്ട്. എവിടെയാണോ ഹോസ്പിറ്റലിൽ അവിടെ അവൻ ഓടും. അത് തന്നെ അവസ്ഥ. ഇങ്ങനത്തെ ആൾക്കാർക്ക് വിവരക്കേട് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവര് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ളവരുടെ ലൈഫിൽ ഇവർ എന്ത് കളിയും കളിക്കും, സ്വന്തം ലൈഫിൽ ഇവരൊന്നും കളിക്കാൻ പോകുന്നില്ല. ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അത് ഇനി മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടെ അങ്ങനെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഈ നാട്ടുകാർ വെറുതെ നിൽക്കരുത്. ഇവൻ ഈ ടൈപ്പാന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ അത്രയും കേസുകൾ വരുന്നുണ്ട്. ഇതൊരു തരം അന്ധവിശ്വാസമാണ്, പരമ അന്ധവിശ്വാസം, കണ്ണടച്ചിട്ടുള്ള അന്ധവിശ്വാസം, ഒരു മതത്തിലും പറയാത്ത അന്ധവിശ്വാസങ്ങൾ. ഇതൊക്കെ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അപ്പം പോലീസിന് റിപ്പോർട്ട് ചെയ്യണം. പോലീസാണെങ്കിൽ ഇതിനപ്പം കേസെടുത്തോളാം. പിന്നെ അവന്മാർ ഉമ്മാതിരി കറാമത്ത് വർത്തനം പറയാൻ നിൽക്കരുത്. അതാ വേണ്ടത്. അതാരാണേലും വേണ്ടില്ല. ഓരോ വിവരക്കേടായിട്ട് വരും ബാക്കിയുള്ളവരെ പറയിപ്പിക്കാനായിട്ട്.